വിദേശ മലയാള എഴുത്തുകാർക്ക് കോഴിക്കോട് ദർശനം സാംസ്കാരിക വേദി സ്വീകരണം നൽകി. കാനഡയിൽ സ്ഥിരതാമസമാക്കിയ എഴുത്തുകാരി നിർമ്മലയ്ക്കും കാലിഫോർണിയയിൽ നിന്നുള്ള ലൈല അലക്സിനുമാണ് സ്വീകരണമൊരുക്കിയത്. കവി PK ഗോപി ഉപഹാരങ്ങൾ നൽകി. ദർശനം സാംസ്കാരിക വേദി MN സത്യാർത്ഥി ഹാളിൽ നടന്ന ചടങ്ങിൽ കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ PK ഗോപി എഴുത്തുകാരി നിർമ്മലയ്ക്കും ലൈല അലക്സിനും അംഗത്വ ഫലകം കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യമില്ല. ആ മഹാസ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് എഴുത്തുകാരനായ MG പറഞ്ഞത്. ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. അതാണ് ഇന്ന് ചർച്ച. അങ്ങനെ ഒരാൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചർച്ച ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ഉള്ളം ഇടിലം കൊള്ളുമായിരുന്നില്ല. രാഷ്ട്രീയം നിർവഹിക്കുമായിരുന്നില്ല. ആശയം കൊല്ലിക്കുമായിരുന്നില്ല. വാക്കിൽ അഗ്നി പ്രകാശിക്കുമായിരുന്നില്ല. എഴുത്തുകാരൻ സാധിക്കുന്ന ബോധ്യപ്പെട്ടില്ലേ? വലിയ എഴുത്തുകാർക്ക് ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഒരു ജനതയെ ഇളക്കിമറിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തയെ മതിക്കാൻ കഴിയും. അത് കഴിയണ്ടേ? വാക്കിന്റെ മഹാശക്തിയാണ്. എഴുത്തുകാരൻ M പ്രശാന്ത് കോന്നി, ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ മിനി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ലൈല അലക്സും നിർമ്മലയും മറുപടി പ്രസംഗം നടത്തി. ലൈല അലക്സ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത T പത്മനാഭന്റെ കഥകൾ, ലതാലക്ഷ്മിയുടെ നോവൽ തിരുമുകൾ ബീഗം എന്നിവ ദർശനം ഗ്രന്ഥശാലയ്ക്ക് കൈമാറി. ദർശനം ഗ്രന്ഥശാല പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി MA ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി TK സുനിൽകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.